ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ യുവാവ് വിഷം അകത്ത് ചെന്ന് മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. കാസർഗോഡ് ചെമ്മനാട് കൊമ്പനടുക്കം ആലിച്ചേരി സ്വദേശി അജ്മലിന്റെ മരണത്തിലാണ് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ മാസം 18-ന് നാട്ടിലെത്തിയ അജ്മൽ 22-ന് രാത്രി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി കാസർഗോഡ് ചിത്താരി സ്വദേശി സലീമിന്റെ ഷാർജയിലുള്ള കടയിൽ ജോലിക്കാരനായിരുന്നു അജ്മൽ. ഈ മാസം 17-ന് രാത്രി ഷാർജയിൽ നിന്നും അജ്മലിനെ കടയുടമ കയറ്റിവിട്ടു. 18-ന് രാവിലെ വീട്ടിലെത്തിയ അജ്മൽ ഉടൻ തന്നെ ഏർവാടിയിലേക്കാണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് 3 ദിവസത്തിന് ശേഷം 21-ന് വൈകിട്ടാണ് അജ്മൽ ആശുപത്രിയിലാണെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. ഇവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ബഷീർ എന്ന ആളെ വീട്ടിലേക്ക് പോയി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു ഈ വിഷാംശത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ബഷീർ പറഞ്ഞു അവിടുന്നൊരു എലി ഗുളിക അങ്ങനെ എന്തോ എലിൻ്റെയോ മുട്ടൻ്റെ എന്തോ ഗുളിക അവന് ഈ തല്ല് അടിപിടി ആയ സമയത്ത് 17-ാം തീയതി കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ പറയാത്ത എന്തെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ അയാൾ ഒന്നും പറയാണ്ട് പോവുകയാണ് ഉണ്ടായത്. നിർധന കുടുംബമാണ് അജ്മലിൻ്റേത്. നാട്ടിൽ കൂലിപ്പണിയായിരുന്നു. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടായിരുന്നു ഗൾഫിലേക്ക് പോയത്. ഞങ്ങൾക്ക് നേരം എടുത്തുകൊണ്ടുണ്ടായിരുന്നു, 10,000 രൂപ പണി എടുത്തുകൊണ്ടുണ്ടായിരുന്നു. നമ്മളൊരു കഷ്ടത്തിൻ്റെ രീതിക്ക് ഞാൻ അയച്ചതുകൊണ്ടു കുറേ വർഷം ഉണ്ടായിട്ടാ. ഇപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ പൈസ അയച്ചോണ്ടോ വിളിച്ചോണ്ടോ അതിനെന്നെ ഉണ്ട് വിഷം വാക്ക് പറഞ്ഞുകൊണ്ടുണ്ടായി. ഷാർജയിൽ നിന്നു തന്നെ വിഷാംശം അകത്ത് കടന്ന അജ്മലിന് പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ധൃതി പിടിച്ച് നാട്ടിലേക്ക് കയറ്റിവിട്ടതിലും വിഷാംശം അകത്ത് കടന്ന വിവരം ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചതിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്കാടിനൊപ്പം ഷെഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.